ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിങ്ങനെ മഴയൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് ഒന്ന് പുറത്ത് പോകാൻ തോന്നിയത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് കുന്നംകുളം വരെ ഒന്ന് പോവാണ് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ സൈഡിലുള്ളതാണ്, കാടൊന്നുമല്ല, ഇതെൻ്റെ വീടിൻ്റെ ഏരിയ തന്നെയാണ്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ തോന്നും, പക്ഷേ അതല്ല, ഇത് നമ്മുടെ നാട്ടിലെ വഴികളാണ്. അപ്പം നമ്മൾ അതേന്ന് ഓട്ടോയിലാണ് പോണത്. നമുക്കിന്ന് സ്കൂട്ടി ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടി പോവുകയാണെങ്കിൽ എന്തായാലും രണ്ടുപേരും നനയും. എനിക്ക് കോട്ടുണ്ട്, അപ്പോൾ ഒരു കോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നാടിൻ്റെ ഭംഗിയും വഴികളൊക്കെ ഇതാണ്. ഇതേ ഇവിടെ ഈ ഷീ സ്റ്റോറിൽ എനിക്ക് വരണം, പക്ഷെ ഞാൻ ആദ്യം പോകേണ്ടത് അവിടെയല്ല. ആദ്യം പോകേണ്ടത് കൽപ്പകയിലാണ്. നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാനുണ്ട്, അതായത് അച്ഛനാണ് കൂടുതൽ വാങ്ങാനുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കാനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ കൽപ്പകയുടെ മുന്നിലെത്തി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുകളിലേക്കാണ് പോകുന്നത്. അച്ഛനുള്ള ഡ്രസ്സ് എടുക്കാനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അച്ഛന് വേണ്ടിയിട്ട് ഒരു മുണ്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ മുണ്ട് ഫിക്സ് ചെയ്തു. പിന്നെ നമുക്കൊരു ട്രാക്ക് പാൻ്റാണ് അച്ഛന് വേണ്ടി നോക്കാനുള്ളത്. അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുക. അച്ഛൻ തീരെ വരാറൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അച്ഛന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. അപ്പം അമ്മയും ഞാനും കൂടി തന്നെയാണ് എല്ലാതും സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പാൻറ്റും നമ്മൾ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തോർത്ത് വാങ്ങാണ്ടായിരുന്നു. അമ്മ ഈ വെള്ളത്തോർത്താണ് എടുത്തത്. എനിക്കെന്തോ ഈ പച്ചത്തോർത്ത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇതാണ് എടുത്തത്. പിന്നെ ദേ ഈ പില്ലോ കവർ എൻ്റെ റൂമിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അവരവിടെ കോഫിയൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു കോഫി വാങ്ങി കുടിച്ചു, ഞാൻ കുടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ഫ്ലോറിൽ പോയി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ബ്ലൗസിനുള്ള തുണി മുറിച്ച് വാങ്ങാണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ബ്ലൗസ് പീസ് എടുത്തു. അതുപോലെ തന്നെ അമ്മ ഒരു മെറൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മയ്ക്കും എനിക്കും ഏതാണ്ട് ഒരേ മെറ്റീരിയൽ തന്നെയാണ് എടുത്തത്. ഈ ഒരു മെറ്റീരിയലാണ് അമ്മ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ബ്ലൗസിനുള്ള തുണി മുറിച്ച് വാങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഷീ സ്റ്റോറിലേക്കാണ്. അപ്പം നമുക്കൊരു ആൻറ്റിക് ടൈപ്പിലുള്ള വള വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ദേ ഈ ഓണമൊക്കെ ആയിട്ട് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ലോട്ടസിൻ്റെ ടൈപ്പിലുള്ള വള തന്നെ കുറേ ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊന്നുമല്ല വേണ്ടത്. എനിക്കൊരു ജസ്റ്റ് ഒരു ആൻറ്റിക് വളയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വളയാണ് എടുത്തത്. പിന്നെ ഇങ്ങനെ കമ്മലൊക്കെ നോക്കി, അപ്പോൾ ഇതൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മളൊരു കൊട്ടക്കമ്മലാണ് വാങ്ങിയത്. അപ്പോൾ കൊട്ടക്കമ്മൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഞാൻ അത് വാങ്ങി. നമുക്ക് സ്നാക്സ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ കുന്നംകുളത്ത് ഒരു തിരുവിലായിട്ടൊരു കട ഉണ്ട്. അവിടെ സൂപ്പർ ടേസ്റ്റാണ് സ്നാക്സിന്. അപ്പോൾ നമ്മൾ അവിടുന്ന് വട, ബോണ്ട, പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റാൻ കുറച്ച് പാടാണ്. ഈ നേരത്തൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ തിരക്കായിരിക്കും. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് സിൻസിയറിലാണ്. അവിടെ നമുക്ക് 2 ചൂല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി, കുറച്ച് അമ്മിക്കല്ലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതൊരു അലക്ക് കല്ലാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു. പക്ഷേ നമ്മൾ ചൂല് മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ ചൂലൊക്കെ പിടിച്ച് നല്ല കൂളായിട്ട് സൂപ്പർ സ്റ്റൈലിലൊക്കെ റോഡിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പം ഇനി നമുക്ക് ഫർണിച്ചർ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയറാണ് വാങ്ങിയത്. ഇങ്ങനത്തെ 2 ചെയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ 2 ചെയർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഒരു പായയും കൂടി വാങ്ങി.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ മഴയത്തുള്ള കറക്കം. നമുക്ക് വലിയ മഴയൊന്നും കിട്ടിയില്ല, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് കൂടുതൽ കൂടുതൽ വീഡിയോ കിട്ടുള്ളൂ. താങ്ക്